ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇന്ന് പലാസ പാൻറ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീതിക്കാണ് തുണി എടുത്ത് മടക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ മടക്കേണ്ടത്. ഇതിപ്പോൾ 45 അടുത്ത് വീതിയുള്ള തുണി ആയതുകൊണ്ട് ഇങ്ങനെ വീതിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾക്ക് നീളത്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 2 മീറ്റർ തുണി എടുക്കണം. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ 1.40 1.5 വരും കേട്ടോ, ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ. നമ്മളുടെ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിനോട് 3+1/2 തയ്യൽ തുമ്പുമായിട്ട് അങ്ങനെയാണ് ടോട്ടൽ എടുക്കേണ്ടത് കേട്ടോ. അതെടുത്തിട്ട് മടക്കുക. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് എടുക്കുന്നത് 43 ഇഞ്ച് 42 ഇഞ്ച് ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ ഇലാസ്റ്റിക് വെക്കാൻ 2 ഇഞ്ച് അധികം എടുക്കണം. പിന്നെ താഴെ ലെഗിൻ്റെ അവിടെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും എക്സ്ട്രാ എടുക്കണം. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ലെങ്ത്തിൻ്റെ കൂടെ. രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് മുകളിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്കെയിൽ വെച്ചിട്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് കേട്ടോ പലാസ പാൻറ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. താഴെ 1 ഇഞ്ചും നമുക്ക് മടക്കി തയ്ക്കാനുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ക്രോച്ച് ഏരിയൻ്റെ ലെങ്ത്താണ് മെഷർ ചെയ്യാനുള്ളത്. 17 ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നിന്ന് 17 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വരച്ചിട്ട് അതിൻ്റെ താഴെ നിന്നല്ല, ഏറ്റവും മുകളിൽ നിന്ന് തന്നെ കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കാതെ. ഷെയറും ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടിൻ്റെ മെഷറാണ് ചെയ്യാനുള്ളത്. എൻ്റെ ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗം 12, 12ൻ്റെ കൂടെ 3.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 15.5 ഇഞ്ചാണ് ഞാൻ മെഷർ ചെയ്യുന്നത്. തുണി എന്തെങ്കിലും മെറ്റീരിയൽ എന്തെങ്കിലും വളവോ തിരിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വീതിക്ക് മടക്കിയിട്ട് റെഡിയാക്കിയിട്ട് വേണം മെഷർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ 15.5 ഇഞ്ച് എല്ലാ ഭാഗത്തും മെഷർ ചെയ്ത് കൊടുക്കുക, അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ക്രോച്ച് ഏരിയൻ്റെ അവിടെ ഒരു 2 ഇഞ്ച് അധികം മെഷർ ചെയ്ത് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അത് ചെയ്യുക. എന്നിട്ട് അവിടെ ഒന്ന് സ്ക്വയറായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിലൊന്ന് കേർവായിട്ട് നമ്മൾ റിഗാളൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇനി താഴെ നമുക്ക് പാൻറ്റിൻ്റെ ലെഗ് ലൂസ് എത്രയാണോ വേണ്ടത് അത് മെഷർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 11+1 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താഴെ പലാസ പാൻറ്റിന് എത്രയാണോ വീതി വേണ്ടത്, കുറവാണെങ്കിൽ കുറവ് കൊടുക്കുക, കൂടുതലാണ് വേണ്ടത് വെച്ചാൽ കൂടുതൽ കൊടുക്കുക. നോർമലി ഒരു മെഷർ അളവ് എന്ന് പറഞ്ഞാൽ 11ആണ് കൊടുക്കാറ് കേട്ടോ. എന്നിട്ട് അത് നമ്മളെ ക്രോച്ച് ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ പലാസ പാൻറ് കട്ട് ചെയ്യുന്ന പാർട്ട്. വളരെ ഈസിയാണ്, അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെപ്പറേറ്റായി മാറ്റിയെടുക്കാം.
ഞാൻ എൻ്റെ ഒരു വേസ്റ്റ് ക്ലോത്തിലാണ് കേട്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്ക് യൂസ് ആകുന്ന ഒരു ക്ലോത്തല്ല, അതിലാണ് ഞാൻ ചെയ്യണേ. ഫസ്റ്റ് ടൈം എല്ലാവരും ഒന്ന് വേസ്റ്റ് ക്ലോത്തിൽ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ക്ലോത്തിലൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് 2 പീസും സെപ്പറേറ്റ് ആക്കിയിട്ട് ആദ്യത്തെ പീസിൻ്റെ നല്ല ഭാഗവും രണ്ടാമത്തെ പീസിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കർവാക്കിയിട്ട് 2 സൈഡിൽ വരച്ചില്ലേ ഇലാസ്റ്റിക് മെഷർ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ 2 സൈഡും, അതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്യുക 2 സൈഡും. അങ്ങനെ അത് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ജോയിൻ ചെയ്തെടുക്കണ്ടേ. കണ്ടില്ലേ കർവുള്ള ഭാഗം. ഇനി അത് നിവർത്തി വെച്ചിട്ട് 2 സൈഡും തയ്ച്ചതിന് ശേഷം നിവർത്തി വെച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, കാരണം ഒഴുക്കനായിട്ടുള്ള ക്ലോത്തിലാണ് സാധാരണ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതിലത് ചെയ്ത് കാണിച്ച് തന്നു എന്നേ ഉള്ളൂ. ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫസ്റ്റ് ഒന്ന്, കാരണം ഒരേ വീതിക്ക് നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്ന ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് തയ്ച്ചതിൻ്റെ ശേഷം നമുക്ക് ഒരു 1.5 ഇഞ്ച് മടക്കി ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അത് തയ്ക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വരുമ്പം മൊത്തത്തിൽ റൗണ്ട് 1.5 ഇഞ്ച് മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഭാഗം കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് വെക്കുക, കാരണം അതിൻ്റെ ഹോളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റി വയ്ക്കാനുള്ളതുകൊണ്ട്. 1.5 ഇഞ്ച് വീതിക്കാണ് കേട്ടോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1/2 ഇഞ്ച് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തു ഓൾറെഡി. ഇത് വീഡിയോസ് സ്റ്റിച്ചിങ്ങിൻ്റെ കുറേ അധികം ലെങ്ത് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും കേട്ടോ. ബാക്കി ഭാഗം പാർട്ട് 2-ലായിരിക്കും ഉണ്ടായിരിക്കുക. തീരെ അറിയാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.